നമസ്കാരം, എല്ലാവർക്കും ആമീസ് ഫുഡ് കോർട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുമിത. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയും കൂടിയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്നതെന്നും കൂടി നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചിക്കൻ പെരട്ട് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കറി റെഡിയാക്കുമ്പോൾ നല്ല ചുവട് കട്ടിയുള്ള പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. നല്ലപോലെ ക്ലീൻ ചെയ്തിട്ട് ഉരുളിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് സവാളയൊക്കെ വഴറ്റാതെ തന്നെ നേരിട്ട് പച്ചയ്ക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 വലിയ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് എണ്ണയിൽ വഴറ്റാത്തത് കൊണ്ട് തന്നെ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ വളരെ കനം കുറച്ച് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഒരു 100 ml ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. ഈ ഒരു കറിയിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ആവശ്യമായിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ സമയം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിലേക്ക് 1.5 ടീസ്പൂൺ നമുക്ക് ചിക്കൻ മസാല ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ അളവിൽ നമ്മുടെ മുളക് പൊടി, 1 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം പൊടിച്ചതാണ് കേട്ടോ. അതേപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ പൊടികളുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഡൗട്ടുള്ളവർ അതിൽ ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതൊന്നും മൂപ്പിക്കാതെ തന്നെ നമ്മൾ പച്ചയ്ക്ക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ബേ ലീവ്സ് ആണ് 2 എണ്ണം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ചിക്കനിലേക്ക് ഈ ഒരു മസാല നല്ല പോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ നല്ല പോലെ ചിക്കനിലേക്ക് എല്ലാ ഭാഗത്തേക്കും വരുന്ന വിധത്തിൽ ഇതങ്ങ് മസാലയൊക്കെ പുരട്ടി ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ലപോലെ മസാല എല്ലാ ഭാഗത്തേക്കും വരുന്ന വിധത്തിലൊന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നോർമൽ വാട്ടറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കനിലേക്ക് വെന്ത് വരുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഇറങ്ങി വരും. എന്നാലും കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിതൊരു 20 മിനിറ്റ് നേരത്തേക്ക് മൂടി തുറക്കാതെ ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യണം. അപ്പോൾ അതൊന്ന് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ 1 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 20 മിനിറ്റിന് ശേഷം മാത്രമേ നമ്മളിത് തുറന്ന് നോക്കാൻ പാടുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മൂടി വെച്ച് വേവിച്ചാൽ മതി. അത് കാരണം അടുക്കി പിടിക്കുന്നുള്ള ടെൻഷൻ വേണ്ട. 20 മിനിറ്റിന് ശേഷം മാത്രമേ ഇത് തുറന്ന് നോക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കറിയൊക്കെ മൂടി വെച്ചിട്ട് ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ തന്നെ കാണാം നമ്മുടെ ചിക്കനിൽ നിന്നും വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല പോലെ നമ്മുടെ കറി തിളച്ച് സൈഡിലൊക്കെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ 3/4 ഭാഗത്തോളം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ. ഓരോ ചിക്കൻ്റെ വേവ് വ്യത്യാസപ്പെട്ടൊന്നും ഇരിക്കും. അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 20 മിനിറ്റ് നേരത്തേക്ക് ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. 20 മിനിറ്റ് ശേഷമാണ് കേട്ടോ തുറന്ന് നോക്കിയത്. ഇനി ഇത് വെള്ളം കൂടുതലുള്ളത് നമുക്ക് ഇനി വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തുറന്നിട്ടിട്ട് തന്നെ നമുക്ക് അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇത് നല്ല പെരണ്ട രൂപത്തിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഇതാ കുറച്ച് നേരം കൂടി ഞാൻ തുറന്നിട്ടിട്ട് വേവിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് എന്തോരം ഗ്രേവിയിൽ വേണം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ നല്ല പോലെ ഡ്രൈ ആക്കിയിട്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. ഇപ്പോൾ ഈ ഒരു രൂപത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ പെരട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുക. കുറച്ചധികം തന്നെ മല്ലിയില ചേർക്കാം കേട്ടോ. ഒരു പിടി അളവിൽ മല്ലിയില ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തത് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മല്ലിയിലും കൂടി ഇങ്ങനെ അവസാനം ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക സ്വാദാണ്. നമ്മളിതിലേക്ക് കറിവേപ്പില ചേർക്കുന്നില്ല, മല്ലിയിലയാണ് കേട്ടോ ഈ ഒരു കറിക്ക് സ്വാദ്. നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചതിൻ്റെയും നല്ല ജീരകം പൊടിച്ചതിൻ്റെയും മല്ലിയിലയുടെയൊക്കെ ഒരു സ്വാദ് കൊണ്ട് തന്നെ ഈ ഒരു പെരട്ട് കഴിക്കാൻ
വേണ്ടിയിട്ട് നല്ല സ്വാദാണ് കേട്ടോ. ഒരു പുതിയ രുചി തന്നെയാണിത്. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. ആ ഒരു സൺഫ്ലവർ ഓയിൽ തന്നെ നിങ്ങളിത് ഈ ഒരു കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾ റെഡിയാക്കി വരുമ്പോൾ ഓയിലിന് കുറവ് എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ ഇടയ്ക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും മസാലയുടെ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഉപ്പൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സ് ചെയ്ത് ജസ്റ്റ് അടുപ്പത്തേക്ക് വെക്കേണ്ട കാര്യമേ ഉള്ളൂ. വളരെ ഈസിയാണ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്, അതേപോലെ ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈ ഒരു ക്രിസ്മസിന്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളിത് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഈ ഒരു ക്രിസ്മസിന് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായമൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പെരട്ട് എൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചിക്കൻ പെരട്ട് അടിപൊളിയായിട്ട് ഈസി ആയിട്ട് റെഡിയാക്കാം. അപ്പോൾ അടുത്ത അടിപൊളി വിഭവങ്ങളായിട്ട് വരുന്നത് വരയ്ക്കും. ബൈ. താങ്ക്